സുഹൃത്തുക്കളും, ഈ മെയ് മാസത്തെ ഫലം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഈ രീതിയിലുള്ളൊരു ചാർട്ട്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത്, അല്ലെന്നൊരു ട്രാവല്, വെൽത്ത്, അതുപോലെ ലക്ക്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ്, സ്റ്റഡി. അപ്പൊ ഇത്രയും കാര്യങ്ങള് എങ്ങനെയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹെൽത്തിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ നാളിന്റെ ആയിട്ട് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് 4 സ്റ്റാർ കാണും, ചിലർക്ക് 3 സ്റ്റാർ കാണും. അതുപോലെ കരിയർ, ഫൈനാൻസ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രഡിക്ഷൻ പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വായെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും ചൊവ്വായെ അതുപോലെ കേതു, രാഹുക്കള് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും പല ആൾക്കാരുടെ ബർത്ത് ചാർട്ടില് ചൊവ്വ, കേതു ഇങ്ങനെയൊക്കെയുള്ള പ്ലാനറ്റുകൾ കണക്ട് ആയി നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ട്രാൻസിഷനിൽ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പോവുക, കേതു പോയിട്ട് കേതുവിന്റെ മേളിൽ കൂടെ കേതു കണക്ട് ആകുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷന് ആക്സിഡന്റ് പറ്റിയിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാരുണ്ടെന്ന രീതിയിൽ നമുക്ക് ബ്ലഡ് റെമഡി എന്നുള്ള റെമഡി ചെയ്യാം. അതല്ലെന്ന രീതിയിൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക. ഇതല്ലെന്ന രീതിയിൽ ആ ഒരു പീരീഡിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആയിട്ടുള്ളൊരു കാഠിന്യത്തിന് കുറവ് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. പല ആൾക്കാർക്കും കംപ്ലൈന്റ് ഉണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നെന്ന്. അപ്പൊ നമ്മൾ ഇത് വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ കവർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത്, ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചൈൽഡ് ബർത്തുമായിട്ടുള്ള ഓരോ ആൾക്കാർക്ക് അബോർഷന്, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ IVF, അഡോപ്ഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ പല സബ്ജക്റ്റും നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് ഒന്നി വാസ്തുവിന്റെ ആയിരിക്കും, ന്യൂമറോളജി ആയിരിക്കും, മൊബൈൽ ന്യൂമറോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അല്ലെ ചില യോഗങ്ങളെ, ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഓരോ പല വീഡിയോയിലായിട്ട് കയറ്റിവിടുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മൾ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 5 to 7 മിനിറ്റ് നിർത്തത്തക്ക രീതിയിലുള്ള ഇതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ലഗ്നം വെച്ച് കറക്റ്റ് ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ 100% അക്യുറേറ്റ് ആകുള്ളൂ എന്ന് മനസ്സിലാക്കും. മേടൻ രാശി എന്ന് പറഞ്ഞാൽ ഏരീസ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നാളുകളെന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ ഒരു പാദമാണ്. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ അശ്വതിയെ ഭരിക്കുന്ന കേതുവാണ്, സൂര്യകർമ്മപ്പെട്ടാണ്. അതുപോലെ ഭരണിയെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രനാണ്, ചന്ദ്രകർമ്മപ്പെട്ടാണ്. കാർത്തിക നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ് ഭരിക്കുന്നത്, ചൊവ്വാകർമ്മപ്പെട്ട. അപ്പൊ ഈ കർമ്മ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പൊ ഈ ഒരു രാശിക്കാർക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ധനപരമായിട്ട് ഒരു മെച്ചപ്പെട്ടായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്നേക്കാട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ്, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വളരെ രീതിയിൽ ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് ഒരു പരിധി വരെ ആ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മാറാന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാന്, അല്ലെ കുട്ടികളാണെന്ന് ഒരു അവരുടെ പേരിൽ ആരെങ്കിലുമൊക്കെ FD കൊണ്ടിടാന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കൂടെ എന്തെങ്കിലും ഒരു പൈസ വരാനുള്ള യോഗം, അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് തരാനായിട്ടുള്ള ഒരു സാധ്യത, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു രാശിക്കാർക്ക്. മാത്രമല്ല തൊഴിലുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് ആ തൊഴിൽ, പുതിയ ജോലി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ മൂർച്ഛിച്ചിരുന്ന ആൾക്കാർക്ക് ആ അസുഖത്തിന്റെ കാഠിന്യം ഒന്ന് കുറയാനൊക്കെ ഉള്ള ഒരു സാധ്യത. അതുപോലെ ബാങ്കിൽ എന്തെങ്കിലും ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരുന്ന വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ പൈസ കിട്ടാന്, അല്ലെ ലോണ് പാസ്സായി വരാന്, ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് അടച്ചു തീർക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ. അങ്ങനെ അതുപോലെ ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് ജോബ് കിട്ടാന്, ചില ആൾക്കാരല്ലെന്നൊരു ഡെയിലി ബേസിസ് ജോലി ചെയ്യുന്ന ആൾക്കാര് വല്ലപ്പോഴും ചിലപ്പോൾ ജോലി കിട്ടും, ചിലപ്പോൾ ജോലി കാണും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ, സ്ഥിരമായിട്ടുള്ള ജോലി കിട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യതയാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ തൊഴിൽപരമായിട്ട് പല രീതിയിലുള്ള ഉയർച്ച, അതുപോലെ പ്രൊഫഷണൽ ഗെയിൻ, നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു നല്ല എൻകറേജ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ വരിക. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഉള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് പുതിയ കോൺട്രാക്ട് കിട്ടാൻ, അതിലെന്തെങ്കിലും ഒരു ഉയർച്ച, ജോലിക്ക് പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഹയർ അതോറിറ്റീസ്, അല്ല പൊളിറ്റീഷ്യൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ മെയ് 14 കഴിഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെയൊക്കെ കണ്ടുമുട്ടാനെടുക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങള്, അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും വസ്തുവിന്റെ പാർട്ടീഷന് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്.
അതേമാതിരി എന്തെങ്കിലും വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ ഈ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർക്ക് 14-ാം തീയതി കഴിഞ്ഞിട്ട് പൊതുവെ നല്ലതായിട്ടുള്ള സമയം. അതുപോലെ എന്തെങ്കിലും റിസർച്ച് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് അല്ല IELTS അങ്ങനെയൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സാധ്യത. അതുപോലെ ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള സാധ്യത, 300 കിലോമീറ്റർ കൂടുതലായിട്ടുള്ള ലോങ് ജേർണി ചെയ്യാനുള്ള സാധ്യത. അതുപോലെ IIM, IIT അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു പോസിറ്റീവായിട്ട് വരാന്, ഫോറിൻ ട്രാവൽ ചെയ്യാന്. അതുപോലെ എന്തെങ്കിലും പിൽഗ്രിമേജ് ഉല്ലാസ യാത്ര നടത്താനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഈ മെയ് 14-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. അതുപോലെ നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള വരാനുള്ള ഒരു സാഹചര്യം കൂടാണ് ഈ മെയ് 14-ാം തീയതി. നല്ലതായിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റ്, ആഗ്രഹ സാഫല്യീകരണം അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ നല്ല പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാൻ, നല്ല സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെ ഇങ്ങനെയൊക്കെ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ വീടൊക്കെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വീടൊക്കെ വെക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. പുതിയ വണ്ടി വാങ്ങിക്കാന്, പുതിയ വീട് വെക്കാന്, അതുപോലെ വീട് മോടി പിടിപ്പിക്കാന്, വീടിന്റെ തറക്കല്ലിടാന് അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു രാശിക്കാർക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ കൃഷി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള ഇൻകം കിട്ടാനുള്ള ഒരു സാധ്യത, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത. അതുപോലെ ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല സന്തോഷത്തോടു കൂടി കഴിയാന്, പഴയ എന്തെങ്കിലും ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, പിണക്കം അങ്ങനെയൊക്കെയുള്ള ഹസ്ബൻഡ് വൈഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാന്. അതുപോലെ പുതിയ പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ വിവാഹാലോചനകൾ വരാനുള്ള സാധ്യത, പുതിയ വിവാഹബന്ധം വരാനുള്ള ഒരു സാധ്യത, കല്യാണം കഴിക്കേണ്ടവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെയല്ല ബിസിനസ്സിന് എന്തെങ്കിലും പാർട്ട്നേഴ്സിനെ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ലോങ് ഡേ ക്രെഡിറ്റ് കൊടുത്തിട്ടൊക്കെ ഉള്ള പൈസ ചിലപ്പോൾ കിട്ടത്തില്ലെന്ന് വിചാരിച്ച പൈസ ഒക്കെ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളെ, നല്ല ജോബ് സംബന്ധമായിട്ടുള്ള നല്ല ഉയർച്ച വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു വരാന്, അങ്ങനെ പൊതുവെ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് വീട് വെക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, അതേമാതിരി ഹസ്ബൻഡ് വൈഫുമായിട്ടൊക്കെ ഉള്ളത് നല്ല റിലേഷൻഷിപ്പ് വരാന് ഒക്കെ ഉള്ളൊരു നല്ലൊരു സമയമാണ് ഈ രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഫൈനലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ ആണ്. അതുപോലെ ട്രാവൽ നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ ആണ്. വെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ ആണ്. ലക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റാർ ആണ്. റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ ആണ്. ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ ആണ്. സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ ആണ്. അപ്പൊ ഈ സ്റ്റാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് കാര്യങ്ങളെ ഫൈനലായിട്ടുള്ള ഒന്ന് വിലയിരുത്താം. നമ്മളിപ്പോ ആവറേജ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിനുപരി ഈ ഒരു സ്റ്റാർ വെച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ വിലയിരുത്താനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ മാസവും ഇതേമാതിരിയുള്ള പ്രഡിക്ഷൻ വരും. നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് വീക്കിലി ഉള്ള അങ്ങനെ പ്രഡിക്ഷൻ ഒക്കെ വേണമെന്നൊരു നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള പ്രഡിക്ഷൻ ഉണ്ട്. ഓരോ ഇങ്ങനൊക്കെ ഉള്ള നമ്മുടെ വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കിലി, മന്ത്ലി ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷൻ ജസ്റ്റ് സ്റ്റാറിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് അല്ലെന്നേലും നമ്മുടെ വീക്കിലി ഉള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനും അത് കാണാനും എടുക്കാനും ഫസ്റ്റ് ഇത് ഇറങ്ങുന്നുണ്ട് തന്നെ കാണാനും എടുക്കാനും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു രീതിയിൽ ഒരാൾ ഇന്നുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുപോലെ ഇതിനകത്ത് യോഗയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ ക്ലാസ് അങ്ങനെ പഠിക്കുക എടുക്കുക താല്പര്യം ഓൺലൈനായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അതുമാത്രമല്ല നമുക്കിപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ മോസ്ക്, ചർച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനത്തിന് സോഫ്റ്റ്വെയർ അതിൻ്റെ ഡെമോ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബോഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെന്നില്ല. അല്ലെന്നൊരു നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കമ്പനിയാണെന്നൊരു നിങ്ങൾക്ക് ലോഗോ ക്രിയേഷന് സ്പെഷ്യൽ വേർഡിങ്സ് വേണമെന്നില്ല. അതുമല്ലെന്നൊരു നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ നെയിം അലൈൻമെൻറ്റ് ചെയ്തിട്ട് നെയിം കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല എനർജി പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ലോഗോയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, അല്ല ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ വേദിക് അസ്ട്രോളജി,
അല്ലെ ഇതുമല്ലെന്നൊരു AI റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ, അല്ലെന്നൊരു ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് മാത്രമല്ല, നമുക്ക് നാഡി അസ്ട്രോളജി, അല്ലെങ്കിൽ ഈ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജി, ഈ പറയുന്ന നമ്മളെ കവർ ചെയ്യുന്ന സബ്ജക്ട്, അതുപോലെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അസ്ട്രോ വാസ്തു, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടോന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാട്സാപ്പ് നമ്പറിൽ. അല്ല ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ടോന്നില്ല, ലോഗോ ക്രിയേഷന്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് വാസ്തു, അല്ലെങ്കിൽ ഈ ന്യൂമറോളജി, അങ്ങനെ പല സബ്ജക്റ്റ് നമ്മുടെ കവർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്.